ഇന്ന് ചപ്പാത്തിയുടെ കൂടെ, ചോറിന്റെ കൂടെയും അതുപോലെ അപ്പത്തിന്റെയും പുട്ടിന്റെയും കൂടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ തക്കാളിക്കറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയുള്ളി വേണം. ഒരു 5-8 ചെറിയുള്ളി എടുക്കുക. അത് കനം കുറഞ്ഞ് നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് എല്ലാം നമ്മൾ അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് തക്കാളി വേണം. 1-2 തക്കാളി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് എടുക്കാം. അതും കനം കുറച്ച് അരിഞ്ഞെടുക്കുക. മീഡിയം തീയിൽ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടിയതിനു ശേഷം അതിലേക്ക് 1/4 സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയ്ക്ക് പകരം ഉലുവയുടെ പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാടായാൽ കറിയിൽ കയ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചേർക്കുമ്പോൾ കുറഞ്ഞ അളവിൽ ചേർക്കുക. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. ഒരു വറ്റൽമുളക് 4-5 കഷ്ണങ്ങളായി മുറിച്ച് അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം കറിയിലേക്ക് ആവശ്യമായ കറിവേപ്പില കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ ഇത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കറിയിലേക്ക് വേണ്ട ഉപ്പ് ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കുറഞ്ഞ തീയിൽ ഒരു 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും വളരെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ബാക്കിയുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴന്ന് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 1 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഇളക്കിയെടുക്കുക. നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി കറിയുടെ പുളി പാകത്തിന് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് പരുവമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായി നമ്മൾ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കുക. തേങ്ങയുടെ കൂടെ മറ്റ് മസാലകളൊന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. ഇനി ഈ പേസ്റ്റ് കറിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കറിക്ക് തിക്ക് ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇനി ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് ഒരു നുള്ളു പഞ്ചസാര കറിയിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എരിവിന് വേണമെങ്കിൽ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാലും മതിയാകും.